ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പൂരിയും അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു പൊട്ടറ്റോ ബാജിയും റെഡിയാക്കി എടുക്കാൻ നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ ബാജി ആകുമ്പോൾ ചെറിയതായിട്ട് ഒരു ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതിയോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവർ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 6 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് കൂടി പോകരുത്. 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നോക്കുക. വളരെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടി പോയാൽ പൂരി ശരിയായിട്ട് കിട്ടില്ല. കുറച്ച് ടൈറ്റിലാണ്, ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ടൈറ്റിലാണ് നമ്മുടെ പൂരിയുടെ മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് നോക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാജി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബാജിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ചെറിയ സവാള അരിഞ്ഞെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് അരിഞ്ഞു വെച്ചിരുന്നതാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒട്ടും എരിവില്ലാത്ത മുളകാണിത്, അതുകൊണ്ടാണ് 5 എണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ കുക്കറിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചിലർക്ക് പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാവും ഇഷ്ടം, ചിലർക്ക് അധികം ഉടച്ചെടുക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് പൊട്ടറ്റോ ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. പൂരിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ്
പൂരി റെഡിയാക്കി എടുക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് മാവ് എടുത്ത് നമുക്കിത് ഉരുളകളാക്കിയതിന് ശേഷം ഗോതമ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പൂരികളായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പൂരി കുറച്ച് വലുപ്പത്തിലുള്ളത് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്കായിട്ടാണ് നമ്മൾ പൂരിക്കുള്ള മാവ് പരത്തിയെടുക്കേണ്ടത്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലോട്ട് ഞാൻ ഫ്ലെയിം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് പൊന്തി വരും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. പൂരി ഉണ്ടാക്കുമ്പോൾ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും, റെഡിയായൊക്കെ കിട്ടും. പക്ഷേ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ താന്നു പോവും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറഞ്ഞു പോയാലും പൂരി റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പരത്തിയെടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല പഫി ആയിട്ട് വരും പൂരി. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. 1-2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സവാള വേവിക്കാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതുപോലെ നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കറക്റ്റ് ആണ്. എരിവ് കുറച്ച് കുറവുണ്ട്. ഇത് ഒട്ടും തന്നെ എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. നമ്മുടെ പൊട്ടാറ്റോ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരി എല്ലാതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ എല്ലാ പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഫി ആയിട്ടുള്ള പൂരിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. Thank you.